ഒരു മനുഷ്യർ പ്രഖ്യാപിതമായ റിലിജൻ്റെ ഭാഗമല്ലാതിരിക്കുമ്പോൾ തന്നെ ക്രിസ്തുവിനെ ആരിഷ്ടപ്പെടുന്നുവോ അവർ ക്രിസ്തു ഇഷ്ടപ്പെട്ടിട്ട് ഒരു വല്ലാത്തൊരു സ്നേഹബന്ധം രൂപീകരിക്കാനുള്ള വലിയ സാധ്യതയുണ്ട് ബൈബിളിൽ മാത്രമല്ല മനുഷ്യൻ്റെ അനുഭവ ജീവിതത്തിലും. അപ്പോൾ ഈ മനുഷ്യനിങ്ങനെ ഒരു ദിവസം ഇത്രയും ഒരു ബന്ധം ക്രിസ്തുവായിട്ടുണ്ട്. അദ്ദേഹം ക്രിസ്തു വഴിയാണ് മാതാവിലേക്ക് വന്നത്. നമ്മളൊക്കെ പഠിച്ചു വച്ചിരിക്കുന്നത് അമ്മ വഴി ക്രിസ്തുവിലേക്ക് വരാൻ പറ്റുമെന്നാണ്. ഇത് നേരെ ഡൗണായിട്ടുള്ള നേരെ താഴേക്കുള്ളൊരു സഞ്ചാരമാണ്. അപ്പോൾ ക്രിസ്തുവിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ക്രിസ്തുവിൻ്റെ അമ്മയെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം ഇന്നലെ പറഞ്ഞതേ ഇവിടെ നിന്ന് പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നത് അതായത് അദ്ദേഹം ഘോര സമുദ്രത്തിലൊരു മൺസൂൺ ടൈമാണ്. മൺസൂൺ ടൈം നമുക്കറിയാമല്ലോ, ജൂൺ ജൂലൈ മാസം. അപ്പോൾ ജൂൺ ജൂലൈ മാസത്തിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് നേവിയാണ്, മർച്ചൻ്റ് നേവി. അതിൻ്റെ ഷിപ്പ് പോകേണ്ടത് തെക്ക് പടിഞ്ഞാറോട്ടാണ് പോകേണ്ടത്. തെക്ക് പടിഞ്ഞാറോട്ട് അങ്ങനെ പോകാൻ പറ്റത്തില്ല ശരിക്കും പറഞ്ഞാൽ. തെക്ക് പടിഞ്ഞാറെന്നല്ല മൺസൂൺ വരണത്. അപ്പോൾ വലിയ തിരകൾ ഉയർന്ന് പൊങ്ങിയിട്ട് കപ്പലിന് സഞ്ചരിക്കാൻ പറ്റാതെ വരും. പക്ഷേ ആ ചാർട്ടേഡായിട്ടുള്ള ഒരു ബിസിനസ് ആയത് കാരണം പോകാതിരിക്കാനും പറ്റിയില്ല. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുവേ, നമുക്കറിയാം പോയാൽ അപകടമാണ്, പക്ഷെ നമുക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒരു ത്രിസംഗുവിൽ നമ്മൾ ചെന്ന് ചാടും. ഈ ത്രിസംഗുവിൽ ചെന്ന് ചാടിയാലും ക്രിസ്തു തന്നെയാണ് നമുക്കൊരു പരിഹാരം. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തു, ഞാൻ എപ്പോഴും നിങ്ങൾ പറയുന്ന ഉടമ്പടിയുടെ ഏറ്റവും ശക്തമായ വചനമാണ് ക്രിസ്തു എല്ലാമാണെന്നുള്ളത്. അതായത് സർവ്വസാധ്യതകളിങ്ങനെ അതായത് ഒരു കോടി ജന്മാന്തരങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഓരോ മനുഷ്യനും ഉണ്ടാകുന്ന ഓരോ സാധ്യതയ്ക്കും അവസ്ഥകൾക്കും ക്രിസ്തു മറുപടിയാണ്. കൈയിടിച്ച് കർത്താവ് ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 യേശുവേ സ്തുതി ഹല്ലേലൂയ ഹല്ലേലൂയ ഭാവാ സ്നേഹരാജാവേ സന്തോഷത്തിൽ പാടുക. ഭാവാ സ്നേഹത്തിൻ പൂനിലാവേ എന്നുള്ളിൽ സ്നേഹരാജാവേ എന്നെന്നും എന്നുള്ളിൽ വാഴാ സ്നേഹത്തിൻ പൂനിലാവേ എന്നുള്ളിൽ സന്തോഷം. ഹല്ലേലൂയ 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 അദ്ദേഹം പറയണത്, ഞങ്ങൾ 23 പേരുണ്ട് ഷിപ്പിലെ. ഞങ്ങൾ തെക്ക് പടിഞ്ഞോട്ട് സഞ്ചരിക്കുമ്പോൾ പെട്ടെന്ന് കടലിങ്ങനെ മല പോലെ ഇങ്ങനെ കപ്പലിന് മുകളിൽ ഉയർന്നു വരികയാണ്. നിങ്ങൾക്കറിയാമല്ലേ കപ്പലിന് മേലെ മല ഉയർന്നു വന്ന് നമ്മളതിൻ്റെ യൂട്യൂബിൽ അത്തരം വീഡിയോസ് കിടപ്പുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മല പോലെ ഇങ്ങനെ ഉരുണ്ട് വരും. അപ്പം നമ്മൾ ഈ കപ്പലും അതുപോലെ തന്നെ മലയുടെ മുകളിലേക്ക് ഇങ്ങനെ ജലത്തിൻ്റെ മലയുടെ മുകളിലേക്ക് പോയിട്ട് ആ മല പെട്ടെന്ന് പുറകിലേക്ക് പതിഞ്ഞു പോകുമ്പോൾ പെട്ടോ എന്ന് പറഞ്ഞ് കപ്പൽ താഴേക്ക് വീഴും, ചിലപ്പോൾ കണ്ടിച്ചും പോകും. അപ്പോൾ ഒത്തിരി കടൽ പരിചയമുള്ള ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ള ഒത്തിരി ആൾക്കാർ ഞങ്ങളുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവരുടെയും മനസ്സ് കിടുകിടുത്തു പോയി, ഇതിൽ നിന്ന് രക്ഷപ്പെടുകയില്ലെന്ന് തോന്നി. കാര്യം പിന്നീട് അവിചാരിതമായിട്ട് വലിയൊരു കടൽത്താരിലേക്കാണ് ഞങ്ങൾ പോണത്. അത് ഇൻസ്റ്റൻ്റായിട്ട് അവിടെ ഉണ്ടായതാണ്, പണ്ടുണ്ടായിരുന്നതല്ല. ജിയോഗ്രഫിക്കൽ മാപ്പ് നോക്കുമ്പോൾ, ഓഷ്യൻ മാപ്പ് നോക്കുമ്പോൾ അവർക്ക് ചുഴികൾ എവിടെയാണ് എന്നൊക്കെ കൃത്യമായിട്ട് നേരത്തെ അറിയാൻ പറ്റും. നമ്മുടെ ഗൂഗിൾ ചെയ്ത പോലെ, ഗൂഗിൾ നമുക്ക് എഴുതി വരത്തില്ല. അതുപോലെ കടലിലും ചുഴികൾ സ്ഥിരമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ഇത് പുതുതായിട്ട് കാറ്റ് വന്നപ്പോൾ
പുതുതായിട്ട് രൂപപ്പെട്ട ചുഴിയുടെ പാതാള ചുഴിയുടെ വക്കിൽ പോയി കപ്പലെത്തും. കപ്പലെത്തിക്കഴിഞ്ഞിട്ട് പെട്ടെന്ന് കപ്പലിൻ്റെ യന്ത്രം നിന്ന് പോകും. അപ്പം മനസ്സിലായി, യന്ത്രം നിന്ന് പോയാൽ പിന്നെ ചുക്കാനൊന്നും പ്രവർത്തിക്കത്തില്ല, തിര തട്ടി നശിപ്പിച്ച് എല്ലാം മുക്കിക്കളയും. അതുപോലെ തന്നെ പെട്ടെന്ന് അപ്പം ഈ മനുഷ്യൻ മാത്രം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ഇതിൻ്റെ അകത്ത്, അങ്ങനെ മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാദ്യമായിട്ട് ചങ്ക കൊണ്ടിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഇരുട്ട് കയറി ചുറ്റിട്ട്. അപ്പം മനസ്സിലായി മുങ്ങിപ്പോയി കപ്പലെന്ന്, ഈ വെള്ളത്തിൻ്റെ അടിയിലാണ് തങ്ങളെന്ന് മനസ്സിലായി. അപ്പം ഞാൻ പോവുകയാണ്, അദ്ദേഹം കരയുന്നുണ്ട്, ഞാൻ പോവുകയാണ് മാതാവേ എന്ന് പറഞ്ഞ്. അപ്പം മാതാവിനെ വിളിച്ചത്, ഞാൻ പോവുകയാണ് മാതാവേ എന്ന് പറഞ്ഞ് ഒറ്റ കരച്ചിൽ. പെട്ടെന്ന് നോക്കിയപ്പോൾ എല്ലാം വെളുത്ത് നല്ല പ്രകാശത്തിൽ ഇങ്ങനെ ആകാശം കാണാൻ പറ്റി. അപ്പോൾ മനസ്സിലായി ഞങ്ങളെ മാതാവ് ചുഴിയെന്ന് കരകയറ്റിയെന്ന്. കൈയടിച്ച് കർത്താവേ അപ്പൊ നീ എന്ത് ചുഴിയിലായാലും മരണച്ചുഴിയിലായാലും നിനക്കൊരു സ്നേഹമുണ്ടെങ്കിൽ നീ ദൈവമായിട്ട് ഉടമ്പടിയിലാണ്. ഈ മനുഷ്യൻ അതാണല്ലോ പറയണത്, ഞാൻ ക്രിസ്തുവുമായി ആരും എന്നെ പഠിപ്പിക്കാതെ എന്നോട് പറഞ്ഞു തരാതെയും ഞാൻ സ്നേഹത്തിലായിരുന്നെന്നാണ്. അപ്പം ഞാനത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന വചനം ഏതാണെന്നറിയാവോ? ഇത് ഉടമ്പടി കാര്യം എങ്ങനെയാണ് നമ്മൾ ദൈവമായിട്ട് സ്നേഹത്തിലാകുമ്പോൾ. നിങ്ങൾക്കറിയാവില്ല, ഉടമ്പടി എന്ന് പറഞ്ഞൊരു സാങ്കേതിക വിഷയമല്ല, ഒരു വൈകാരികമായിട്ടുള്ള ഒരു വ്യക്തിപരമായ വിഷയമാണ്. ഉടമ്പടി എന്ന് പറഞ്ഞ ഒരു സാങ്കേതിക വിഷയമല്ല. നിങ്ങളിങ്ങനെ കുറേ നിബന്ധനകൾ പറഞ്ഞ് കുറേ നിയോഗങ്ങൾ എഴുതിയിട്ടിട്ട് അപ്പോൾ ദൈവം അതനുസരിച്ച് അതിന് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു സാങ്കേതിക വിഷയമല്ല, മറിച്ച് ഒരു വൈകാരികവും വ്യക്തിപരമായ വിഷയമാണ്. അടുത്ത വൈകാരികം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീയും നിൻ്റെ ദൈവവും തമ്മിലുള്ള സ്നേഹമാണ്. ഈശോ എന്നാ പറഞ്ഞത്? എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന വചനം പാലിക്കും. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ് 14:23 യോഹന്നാന്റെ സുവിശേഷം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ. യോഹന്നാൻ 14:23 എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. ഇതാണ് മറ്റെല്ലാ പ്രാർത്ഥനകളിൽ നിന്ന്, പ്രാർത്ഥനാ രൂപങ്ങളിൽ നിന്ന് ഉടമ്പടിയെ വ്യത്യസ്തമാക്കുന്ന ഉടമ്പടിയുടെ തനത് പ്രാമിസ്, തനത് വാഗ്ദാനം. വേറെ ഒന്നിൻ്റെ അകത്ത് ഈ വാഗ്ദാനമില്ല. എന്താ പറയണത്? യോഹന്നാൻ 14:23 എന്താ പറയണത്? ഏറ്റു പറഞ്ഞ് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം എൻ്റെ കൽപ്പന പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് അവനിൽ വാസം ഉറപ്പിക്കുകയും ചെയ്യും. പ്രസൻസാണ് അവിടെ പറയണത്. അതാണ് സാന്നിധ്യം എന്ന് പറയണത്. നിങ്ങൾക്ക് ദൈവസ്നേഹം കൂടിക്കഴിഞ്ഞാൽ പിന്നെ അത് ഉടനെ പെട്ടെന്ന് കൺവേർട്ട് ചെയ്ത് അത് സാന്നിധ്യമായി മാറും. ഇതിനാണ് ഈ വാഗ്ദാന പേടകം എന്ന് പറയുന്നത്. ഉടമ്പടിയിലൂടെയാണ് വാഗ്ദാന പേടകം നിലവിൽ വരണത്. അല്ല പെട്ടിടകത്ത് അപ്പവും കുറേ വചനവും ചുമന്നുകൊണ്ട് പോയ വാഗ്ദാന പേടകമാകത്തില്ല. വാഗ്ദാന പേടകം ഒരു മാനസികവും ആത്മീയവും വ്യക്തിപരവും സ്വകാര്യവും വൈകാരികവുമായ ഒരു ബന്ധമാണ്. കൈയിടിച്ച് കർത്താൻ കൃപാസനത്തിൻ്റെ അമ്മേ
നിങ്ങൾ ഉടമ്പടിയിലായിരിക്കുന്നവർ ഈ ഒരു ബന്ധം ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി നോക്കണം. ദൈവമായിട്ട് ഒരു സ്വകാര്യ ബന്ധം, വ്യക്തിപരമായ വൈകാരികമായ ഒരു സ്നേഹോഷ്മളമായ ഒരു ഇൻറ്റിമസി കീപ്പ് ചെയ്യാൻ നോക്കണം. അത് ഈ വചനം പാലിക്കുന്നതിലൂടെയാണ് സംഭവിക്കുന്നത്. വെറുതെ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഡസൻ വർക്ക്. മറിച്ച് വചനം പാലിക്കണമെങ്കിൽ എന്താ സംഭവിക്കണം? ഈശോ പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ പറഞ്ഞേ എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ വചനം പാലിക്കും എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സംഭവം ഉണ്ടായി. ഒരു മോള് അവൾ എൻ്റെ അടുത്ത് ഒരു ചീട്ട് തന്നത്. ഞാൻ എവിടെ നിൽക്കുമ്പോൾ എല്ലാവരും അച്ഛനെ കാണാൻ വരുമല്ലോ, എമർജൻസി ഉള്ള ആൾക്കാരെ കാണാൻ വരുമ്പോൾ അവിടെ സ്ലിപ്പ് എഴുതിയിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾക്ക് ആ ഓഫീസിൽ നിന്ന് നിങ്ങളുടെ വിഷയം സീരിയസ് ആണെന്ന് കാണിക്കുന്ന അതിൻ്റെ രേഖകളും എഴുതി കൊടുക്കുമ്പോൾ ഓഫീസിൽ നിന്ന് എഴുതി വിടും. എന്താണ്? അപ്പോൾ ഞാൻ വെള്ളച്ചീട്ടിൽ എഴുതിയിരിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മകനെ എനിക്ക് തിരിച്ചു കിട്ടണം, ഞാൻ അപ്പീലിന് പോവുകയാണ്, കീഴ്ക്കോടതിയിൽ നിന്ന് ഞാൻ തോറ്റു, അത് മേൽക്കോടതിയിലേക്ക് ഞാൻ അപ്പീലിന് പോവുകയാണ്, എൻ്റെ മകനെ എനിക്ക് തിരിച്ചു കിട്ടണം. അപ്പം ഞാനിത് വായിച്ചപ്പോൾ അപ്പോൾ ഈശോ പറയുന്നുണ്ട്, എന്തോ പന്തികേടിൻ്റെ തൊണ്ടെന്ന് എന്നോട് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ഉടനെ ചോദിച്ചില്ല. അവളുടെ ഊഴമായപ്പോൾ അവളുടെ തലയിൽ കൈവച്ചപ്പോൾ ഞാൻ ഒരു ചോദ്യം ചോദിച്ചു. എന്താ ചോദ്യം ചോദിച്ചത്? നിനക്ക് വേറെ ഒരു മകനുണ്ടല്ലോ എന്നാണ് ചോദിച്ചത്. അതാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ അവൾ പറഞ്ഞു, ഈ മകൻ്റെ ഇളയ മകനുണ്ട്, ഒരു അനിയനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നിനക്ക് 2 മകനുണ്ടല്ലേ? ശരി, ആ 2 മകനുണ്ട്. ശരി, അപ്പോൾ നീ പിരിഞ്ഞു എന്ന് പറയുന്ന ഭർത്താവിൻ്റെ കയ്യിൽ എത്ര മക്കളുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് അയാൾക്ക് മക്കളൊന്നുമില്ല, മക്കളൊക്കെ എൻ്റെ കൂടെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ ആ മനുഷ്യൻ വീണ്ടും കല്യാണം കഴിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഇല്ല, കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞു. നീ കല്യാണം കഴിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞു. ഞാൻ അമ്പടി കള്ളി എന്താ? അപ്പോൾ ഞാൻ പറഞ്ഞു, നിന്നെ കെട്ടിയത് കൊണ്ട് ആ മനുഷ്യൻ്റെ ജീവിതം വഴിയാധാരമായി അല്ലേ? ഇവിടുത്തെ ഈ രാജ്യത്തിന് നിയമം പറഞ്ഞിരിക്കുന്നത് എന്താണ്? മൂത്ത മകൻ അവന് അപ്പൻ്റെ കൂടെ പോകാൻ ഇഷ്ടമുണ്ട്, കോടതി അവൻ ധരിപ്പിച്ചു, അപ്പം നിയമപരമായിട്ട് പോകാം. ഇവൾ വിടത്തില്ല, ഇവൾ ഹൈക്കോടതി പോവുകയാണ്. അപ്പോൾ ആ മനുഷ്യൻ്റെ ജീവിതം നശിപ്പിക്കുകയാണ്. ആ മനുഷ്യനെ വഴിയാതെ ഗതികിട്ട പ്രേതമാക്കി മാറ്റിയിട്ട് ഇവൾ വീണ്ടും കല്യാണം കഴിച്ച് അയാളുടെ 2 കുഞ്ഞുങ്ങളെ അടിച്ചെടുത്ത്. മനസ്സിലായില്ലേ? ഇപ്പം എന്താ ഞാൻ പറഞ്ഞത്? ഒരു കുഞ്ഞിനെയും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം നിന്നോട് ഞാൻ രഹസ്യം പറഞ്ഞാന്ന് പറഞ്ഞാൽ അവളുടെ ചെവിയിൽ രഹസ്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നിൻ്റെ അന്ത്യം നീ അടിച്ചു മാറ്റാൻ പോകുന്ന കുഞ്ഞിലൂടെ ആയിരിക്കുമെന്ന്. വേറെ എന്താ രഹസ്യം? വളരെ ആത്മാർത്ഥമായിട്ട് വളരെ മധുരമായ ഒരു രഹസ്യം. പോരെ? പണിയായില്ലേ? അത് സ്നേഹമില്ല. ഉടമ്പടിയെപ്പോലും ആൾക്കാർ അവരുടെ സ്വാർത്ഥമായ കാര്യങ്ങൾ നേടാൻ വേണ്ടി എടുക്കുമ്പോഴെന്താ പ്രശ്നം? എങ്ങനെയാണ് ദൈവം വസിക്കണത്? കർത്താവ് എന്ത്? ഇങ്ങനെ ഒന്നും രക്ഷപ്പെട്ടു പോകാൻ പറ്റത്തില്ല മക്കളെ. നിങ്ങൾ വിചാരിക്കണേ എന്തെങ്കിലും കൊണ്ടുവന്ന് എഴുതിയിടുമ്പോൾ എല്ലാം ഓക്കെ ആകുന്ന, എല്ലാം പോക്കാകേ ഉള്ളൂ. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചിന്തിക്കണം, ഇത് സ്നേഹത്തിന് നിരക്കണതാണോ, ഇത് ദൈവത്തിന് നിരക്കണതാണോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. ദൈവത്തിന് നിരക്കാത്തൊരു കാര്യം ദൈവത്തോട് ചോദിച്ചാൽ ഇവിടെ വെറുതെ ഉടമ്പടി എടുത്ത് പണി മേടിച്ച പോലെയാകും. കാര്യം നീ എന്തുമാത്രം ദുഷ്ടയാണ്, എന്തുമാത്രം ദുഷ്ടനാണെന്ന് ദൈവത്തിന് പ്രഖ്യാപിതമായി തെളിവ് കൊടുക്കുകയാണ്. മനസ്സിലായ? എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് വിട്ടുവീഴ്ചകൾ നമ്മൾ ചെയ്യണത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, നമ്മുടെ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. അതാണ് ഈശോ പറയണത്. എന്താ ഈശോ പറഞ്ഞിരിക്കുന്നത്? എന്നെ സ്നേഹിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ ഞങ്ങൾ വന്ന് അവനിൽ വസിക്കും. അപ്പോൾ ഈ നമ്മൾ ദൈവത്തിൻ്റെ വചനം പാലിച്ചു കഴിയുമ്പോൾ, നിങ്ങൾക്കറിയാമല്ലോ വചനത്തിൻ്റെ പ്രത്യേകത എന്താണ്? വചനത്തിൻ്റെ പ്രത്യേകത, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം, ആ വചനം നമ്മൾ സ്വീകരിക്കണമെങ്കിൽ നമുക്ക് ചെവി ഉണ്ടായിട്ട് കാര്യമില്ല.
ചെവിയുണ്ടായാൽ കേൾക്കാം, ആർക്ക് വേണമെങ്കിലും വചനം കേൾക്കാം. വചനം കേൾക്കണതും വചനം സ്വീകരിക്കണതും രണ്ട് കാര്യമാണ്. വചനം ആർക്ക് വേണമെങ്കിലും കേൾക്കാം. വചനം കേൾക്കണമെങ്കിൽ ഈ ഓഡിയോ അപ്പാരറ്റസ് കൃത്യമായിട്ട് വർക്ക് ചെയ്താൽ മതി. നമുക്ക് വചനം കേൾക്കാൻ പറ്റും, പക്ഷേ അത് ഡസൻ വർക്ക് ഇറ്റ്. പിന്നെ എന്താ ചെയ്യണത്? വചനം സ്വീകരിക്കണത് എങ്ങനെയാണ്? ഈശോ പറഞ്ഞത്, എന്നെ സ്നേഹിക്കുന്നവൻ, പറഞ്ഞേ, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം സ്വീകരിക്കും. അപ്പോഴാദ്യം ഇത് ബേസിക് എന്താണ്? ഇതിൻ്റെ ദൈവത്തെ സ്നേഹിക്കുകയാണ്. ദൈവത്തെ സ്നേഹിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്വർഗം വരെ, നിത്യത വരെ ദൈവത്തെ സ്നേഹിക്കുകയാണ്. അല്ലാതെ ഒരു പ്രത്യേക ഇൻസിഡൻറ്റിന് വേണ്ടി ദൈവത്തെ സ്നേഹിക്കുകയല്ല. നിങ്ങൾ പലപ്പോഴും ചെയ്യുന്നത് IELTS പാസ്സാകാൻ വേണ്ടി ദൈവത്തെ സ്നേഹിക്കും, കാനഡയിൽ പോകാൻ വേണ്ടി ദൈവത്തെ സ്നേഹിക്കും, PR കിട്ടാൻ വേണ്ടി ദൈവത്തെ സ്നേഹിക്കും, മക്കളുണ്ടെങ്കിൽ മക്കൾക്ക് കിട്ടാൻ വേണ്ടി ദൈവത്തെ സ്നേഹിക്കും, കടയിൽ ആൾക്കാർ വരുന്നില്ലെങ്കിൽ, കസ്റ്റമേഴ്സ് ഇല്ലെങ്കിൽ കസ്റ്റമേഴ്സ് കിട്ടാൻ വേണ്ടി ദൈവത്തെ സ്നേഹിക്കും. ഇങ്ങനെ കസ്റ്റമറി ആയിട്ടുള്ള ഒരു സ്നേഹമില്ല. ദൈവത്തെ സ്നേഹിക്കുക വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്പനെ സ്നേഹിക്കണ പോലെ അല്ല. അപ്പൻ കുറച്ച് കഴിയുമ്പോൾ ചത്തുപോകും. അമ്മയെ സ്നേഹിക്കണ പോലെ അല്ല, അമ്മയും കുറച്ച് കഴിയുമ്പോൾ ചത്തുപോകും. ഭാര്യയെ സ്നേഹിക്കണ പോലെ അല്ല, ഭാര്യ കുറച്ച് കഴിയുമ്പോൾ ചത്തുപോകും. അല്ലെങ്കിൽ ഭർത്താവ് കുറച്ച് കഴിയുമ്പോൾ ചത്തുപോകും. നിത്യമായ ഒരു വ്യക്തിയുമായിട്ടാണ് നിങ്ങൾ സ്നേഹിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കാലിക സ്നേഹമല്ല. ദൈവത്തെ സ്നേഹിക്കുക എന്ന് വെച്ചാൽ നിത്യത വരെ സ്നേഹിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയെ സ്നേഹിക്കുന്നത് നിത്യത വരെയുള്ള എൻ്റെ ജീവിതത്തെ സ്വാധീനിക്കുന്ന വിഷയമായി ഉടമ്പടിയിലൂടെ തിരിച്ചറിഞ്ഞതിലെ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഈ വചനങ്ങളുടെ ജീവിതാർത്ഥങ്ങളെ എന്നെ അഭിഷേകമായി ബോധ്യപ്പെടുത്തണമേ. ഞങ്ങളെ പഠിപ്പിക്കുന്നതിന് നന്ദി പറയുന്നു. അത് സ്വീകരിക്കുവാൻ ഞങ്ങളുടെ അന്തരങ്ങളെ ഒരുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആയിട്ട് ടാർഗറ്റ് ചെയ്യേണ്ടതാണ്. എന്താണ്? നിങ്ങളിപ്പോഴും പത്രം കൊടുത്ത് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നു. എന്തോ ഒരു വലിയ ആത്മാക്കളെ വീണ്ടെടുക്കുകയും ദൈവത്തിൻ്റെ സ്നേഹം കൈമാറുകയും മറ്റുള്ളവർ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ അവസരമൊരുക്കുകയും ചെയ്യുന്ന അപ്പോസ്തലികമായ വലിയ ദൈവിക ശുശ്രൂഷയാണ് നമ്മൾ ഈ പത്രം കൊടുക്കുന്നതിലൂടെ നമ്മൾ നേടുന്നത്. പക്ഷെ അതൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ തലയും ചുരുക്കി, ഈശോ ഇനി എത്ര പത്രമുണ്ട്? ഇനി 16 പത്രമുണ്ടോ? ഇത് എവിടെ കൊടുക്കാറാണെന്ന് പൊട്ടിപ്പെണ്ണ നിൻ്റെ കാര്യം തീരുമാനമായി. ഇത് ദൈവസ്നേഹത്തോടെയാണ് ചെയ്യണത്. പ്രേക്ഷിത പ്രവർത്തനങ്ങളെല്ലാം ദൈവസ്നേഹത്തോട് ചെയ്യുമ്പോൾ അതനുസരിച്ച് ആനുപാതികമായിട്ടായിരിക്കും. കാരണം ദൈവത്തിൻ്റെ സാധ്യത നിങ്ങൾക്കറിയാമല്ലോ, അത് ഇന്ന കാര്യമൊന്നുമില്ല. നിൻ്റെ ഏത് സ്വകാര്യമായ അഭിരുചികൾ പോലും ദൈവം മാനിക്കുമെന്നാണ് പറയുന്നത്. അത് സത്യമായ കാര്യമാണ്. സ്വകാര്യമായ അഭിരുചികളെ ചിലപ്പോൾ നമ്മുടെ ഭർത്താവ് മാനിക്കത്തില്ല. പൊടി ഇതൊക്കെ പൊട്ടാൻ തടയുകൊണ്ട് എൻ്റെ അടുത്ത് വരരുതെന്ന് പറയും. അപ്പോൾ ചിലപ്പോൾ ഭാര്യ മാനിക്കത്തില്ല. പക്ഷേ നിൻ്റെ സ്വകാര്യമായ ഇന്നലെ മെനയെന്നൊരു സാക്ഷ്യം ഉണ്ടായി. ആ കുട്ടി പേര് പറഞ്ഞിട്ടില്ല, കാക്കനാടെന്നാ. പക്ഷേ ഇന്ന് ഞാൻ അപ്പ് ചെയ്തിട്ടുണ്ട് ആ സാക്ഷ്യം. ഇവളെ പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ ആശുപത്രി കിടക്കുകയാണ്. പ്രസവിച്ച് കഴിഞ്ഞപ്പോഴേ അവൾക്ക് ഉള്ളിലൊരു കൊതി. അവൾ മാതാവിനോട് എന്നിട്ട് ആ കൊതി പറയും. എന്താ കൊതി എന്ന് വെച്ചാൽ അവൾക്ക് ചൂട് ചോറ് വേണം, അച്ചിങ്ങാത്തോരൻ വേണം. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. കേട്ടാൽ ഇതൊരു വിധം കോമഡി ആയിട്ട് തോന്നും. പക്ഷെ നിൻ്റെ കോമഡി പോലും കർത്താവ് മാനിക്കും. ഇതാണ് സ്നേഹമെന്ന് പറയണത്. ഇവിടെ നിങ്ങൾക്കറിയാമല്ലേ, പ്രസവിച്ചിട്ടുള്ള അമ്മമാർക്ക് എല്ലാം അറിയാം, ഇങ്ങനെ പലതരം കൊതികൾ അവർക്കുണ്ടാവും. അത് സ്വാഭാവികമായും നമ്മുടെ ശരീരത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ പനി പിടിച്ചവർക്കും ഉണ്ടാകും ചില സമയത്ത്. ഇറച്ചിക്കറി വേണം, ചോറ് വേണം എന്നൊക്കെ പറയും. അപ്പോൾ അമ്മമാർക്കിത് അറിയാം. അമ്മമാർ ആ പനിയിൽ നിന്ന് കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തുന്നത് കുഞ്ഞിനോട് പറയും, ഇത് മാറട്ടെ, മുന്നേ ഇറച്ചിക്കറിയും ചോറ് തരാമെന്ന് തന്നെ പറയും.
അതെന്ന് വെച്ചാൽ അത് അമ്മമാർക്ക് അവരുടെ ആ ഒരു വൈബുണ്ട്. പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾ വേറെ ആരോടും പറഞ്ഞിട്ടില്ല. ഈ പ്രസവക്കിടക്കെ കിടന്ന് മാതാവിനോട് സ്വകാര്യമായി പറഞ്ഞതാണ്, അമ്മ ഇത്തിരി ചൂട് ചോറും ഇത്തിരി അച്ചിങ്ങാത്തോറും കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നെന്ന്. ആരോട്? മനസ്സിൽ പറഞ്ഞ. ആരോടാണ്? അമ്മയോട്. പിന്നെ സംഭവിച്ച കാര്യമൊക്കെ കേൾക്കണം, ഞെട്ടിപ്പോവും. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പം വാതിലെ മുട്ടിയപ്പോൾ ഇവിടെ ബൈസ്റ്റാൻഡർ പോയി വാതിലെ നോക്കിയപ്പോൾ ഒരു ചേടത്തി ഒരു പൊതി കൊടുത്തിവർക്ക്. ആ പൊതിയും ചുവന്ന് എടുത്തുകൊണ്ട് ഇവളുടെ അടുത്ത് കൊണ്ടുവന്ന് കൊടുത്ത്, നിനക്ക് തരാൻ വേണ്ടി പറഞ്ഞതാണെന്നും പറഞ്ഞ് കൊടുത്ത് ഇത് തുറന്ന് നോക്കിയപ്പോൾ ചൂട് ചോറും അച്ചിങ്ങത്തോരനും. എന്നിട്ട് എന്താ പറഞ്ഞതെന്നറിയാമോ നിങ്ങൾക്ക്? നിങ്ങളോട് പറഞ്ഞത്, ഞാൻ കൃപാസനത്തിന് വരികയാണെന്ന് പറഞ്ഞെന്ന്. അതാണ് പ്രശ്നം. നീല സാരി ഉടുത്ത് ആൾ വന്നിരിക്കുകയാണ്, ഞാൻ കൃപാസനത്തിന് വരികയാണ്. ഇതാണ് കൃപാസന അമ്മയുടെ ഒരു, നിൻ്റെ സ്വകാര്യമായ അഭിരുചികളെപ്പോലും മാനിക്കുന്ന ദൈവം. ഇത് ഇപ്പോൾ തുടങ്ങിയൊന്നുമല്ല. ഞാൻ ചില സമയത്തൊക്കെ ബൈബിൾ വായിക്കുമ്പോഴേ, നിങ്ങൾ ഐസയ 43 വായിച്ച് നോക്കിയേ. ഐസയ 43 ദൈവം എങ്ങനെയാണ് മനുഷ്യനെ സ്നേഹിക്കണമെന്ന് നമുക്ക് മനസ്സിലാവും. ഐസയ 43:4. അതെ അതെ. നീ എനിക്ക് വിലപ്പെട്ടവനും, പറഞ്ഞേ, നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. 5 വായിച്ചോളൂ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇതാണ് പ്രശ്നം. ഇതാണ് പ്രസൻസ് എന്ന് പറയുന്നത്. ഇത് വാഗ്ദാന പേടകം എന്ന് പറയണത്. ഭയപ്പെടേണ്ട. ഇപ്പം ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ദൈവം ആദ്യം നമ്മളെ സ്നേഹിക്കുകയാണ്. ഇപ്പം നിങ്ങളിവിടെ പറഞ്ഞില്ലേ, ഇപ്പം ഇന്നലെ ആ രാജീവ് ശിവനന്ദനം പറഞ്ഞത്, ആ മനുഷ്യന് ആദ്യം മുതലേ ദൈവത്തോട് ഒരു സ്നേഹം തോന്നി. ആരെങ്കിലും എന്നോട് പറഞ്ഞു കാണും, അങ്ങനെ എന്നെ വിളിക്കാതെ ഞാനിവിടെ വരത്തില്ലല്ലോ, അപ്പോൾ ദൈവം എന്നെ വിളിച്ചതാണെന്ന് എനിക്ക് ബോധ്യമുണ്ടെന്നൊക്കെയാണ് ഇത് പറയണത് അദ്ദേഹം. അങ്ങനെ കുറേ കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ എൻ്റെ മനസ്സ് വന്ന സംഭവം എന്താണെന്നറിയാമോ? ദൈവം നമ്മളല്ല ഇനിഷ്യേറ്റീവ് എടുക്കണത്, ദൈവമാണ് ആദ്യത്തെ ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. നിങ്ങൾ ഇന്ന് കൃപാസനത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിലേക്ക് ദൈവം സ്വകാര്യമായി വ്യക്തിപരമായി നിന്നെ വിളിച്ചിരിക്കുന്നു. കൈയടിച്ച് കർത്താവോട് സബ്ജക്റ്റ് വൈസും ദൈവം പറയുന്ന കാര്യം എന്താണ്? ഇപ്പോൾ കടം കയറി, അപ്പോഴും ദൈവം പറയും ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. രോഗം വന്നു, അപ്പോഴും ദൈവം പറയും എന്താണ്? 43:5 ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ ഈ കൂടെയുള്ള ദൈവം പ്രസവക്കിടക്കയിൽ പോലും നമ്മുടെ അഭിരുചിക്ക് വേണ്ടി എന്ത് അറ്റം വരെയും പോകാൻ നിന്നെ സ്നേഹിക്കുന്ന ദൈവം ശരിക്കും പറഞ്ഞാൽ നമ്മളെ സാന്നിധ്യം വാഗ്ദാനം ചെയ്യണത് തൻ്റെ സ്നേഹത്തെ പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ്. മനുഷ്യന്മാർക്ക് ഒരിക്കലും ദൈവത്തെ സ്നേഹിച്ച് തോൽപ്പിക്കാൻ പറ്റത്തില്ലെന്ന് ഞാൻ പഠിച്ചത് കുരിശുരൂപം നോക്കിയാണ്. ഞാൻ കുരിശുരൂപം നോക്കുമ്പോഴൊക്കെ എപ്പോഴും ഈശോട് പറയുന്നൊരു കാര്യമുണ്ട്, നിന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാവുന്ന. ഈ കിടപ്പ് കണ്ടാൽ നമുക്കറിയാൻ പറ്റില്ല, ഇങ്ങനെ നമുക്ക് തിരിച്ച് സ്നേഹിക്കാൻ പറ്റുമോ? അപ്പം തോൽപ്പിക്കാൻ പറ്റാത്തൊരു സ്നേഹത്തിൻ്റെ സാന്നിധ്യം
നിൻ്റെ ജീവിതത്തിൻ്റെ സ്വകാര്യ അവസ്ഥകളിൽ പോലും സംരംഭമാക്കുന്ന ചൈതന്യത്തിൻ്റെ പേരാണ് ക്രിസ്തു. കൈയിടിച്ച് കർത്താൻ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഞങ്ങൾക്ക് വേണ്ടി സ്തുതിക്കട്ടെ. ജീവൻ തന്നെ തന്ന ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നിന്റെ മുമ്പിൽ യേശുവേ ഞങ്ങൾ മുട്ടുമടക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. ബിജോ കീശേരി എന്ന് പറഞ്ഞൊരു മകൻ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ സാക്ഷ്യം പറഞ്ഞു. അത് എൻ്റെ മനസ്സിനെ സ്പർശിക്കുന്ന സാക്ഷ്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയേണ്ടത്. ബിജോ കീശേരി എന്നെ പറഞ്ഞു വെച്ചാൽ ഉടമ്പടി എന്താണ് അദ്ദേഹത്തിന് കൊടുത്തതെന്ന് പറയുന്നുണ്ട്. ഉടമ്പടി അദ്ദേഹത്തെ എന്താണ് ആക്കി മാറ്റിയതെന്ന് പറയുന്നുണ്ട്. അത് പറയണത്, ഞാനിപ്പോഴ് പുറത്തിറങ്ങുമ്പോഴൊക്കെ എന്നേക്കാൾ കഷ്ടപ്പെട്ടവരെ ഞാൻ നോക്കും, ശ്രദ്ധിക്കും. പൈസ ഇല്ലാത്തവർ, രോഗികളെ, ആശുപത്രിയിൽ കിടക്കുന്ന വേദനപ്പെടുന്നവരെ, കുടുംബങ്ങളിൽ എന്നോട് പ്രയാസങ്ങൾ പറയുന്നവരെ എല്ലാം ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. പക്ഷേ അതൊക്കെ മുമ്പ് അദ്ദേഹം പറയുന്നുണ്ട്, ഉടമ്പടി എടുക്കുന്ന മുമ്പ് എനിക്കൊരു മനസ്സുതി ഉണ്ടായിരുന്നു. ബിജോ പറയണതാണ്, ഉടമ്പടി എടുക്കുന്ന മുമ്പ് എനിക്കൊരു മനസ്സുതി, എന്നെക്കാളും മേൽ ആരൊക്കെ ഉണ്ടെന്ന് ഞാൻ നോക്കും. എന്നിട്ട് ഞാൻ അവരെപ്പോലെ എനിക്കാകുന്നില്ലല്ലോ എന്ന് പറഞ്ഞൊരു കോമ്പറ്റ് ചെയ്യും മനസ്സുകൊണ്ട്. മനസ്സിലായില്ലേ? ഉടമ്പടി നിങ്ങളുടെ ജീവിതത്തെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ടെന്ന് ഇപ്പോൾ വ്യക്തമായില്ലേ? ഉടമ്പടി എടുക്കുന്നത് വരെ ഞാൻ ചിന്തിച്ചത്, എത്ര പേര് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കാനഡയിൽ പോയി, എത്ര പേർക്ക് എത്ര സെൻറ്റ് സ്ഥലമുണ്ട്, ഞങ്ങൾക്ക് 40 സെൻറ്റ്, എന്നേക്കാൾ സ്ഥലമുള്ള കൂടുതലുണ്ട്. കൊച്ചാപ്പൻ്റെ മകന് 60 സെൻറ്റ്, എൻ്റെ ഭാര്യയുടെ അനിയത്തിൻ്റെ വീട്ടുകാർക്ക് 2 ഏക്കർ. അപ്പോൾ എന്നേക്കാളും മുകളിലുള്ളവരെയാണ് ഞാൻ എപ്പോഴും നോക്കിക്കൊണ്ടിരുന്നത്. ഉടമ്പടി എടുക്കുന്നവരെ എന്നേക്കാളും മുകളിലുള്ളവരാരാണ്, അവരൊക്കെ കോമ്പറ്റ് ചെയ്യാൻ വേണ്ടി, അവരൊക്കെ തറ പറ്റിക്കാൻ വേണ്ടി അവരുമായിട്ട് ഞാൻ മത്സരത്തിന് സമയം കുറിച്ചുകൊണ്ടൊരു ജീവിതമാണ് എൻ്റേത്. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കണത് എന്താണ്, ഞാൻ എന്നേക്കാൾ താഴെയുള്ളവരെ എന്തുമാത്രം സഹായിക്കാൻ പറ്റും, അതാണ് വിഷയം. ആ മനുഷ്യൻ്റെ ദൈവസ്നേഹം നിറഞ്ഞപ്പോൾ എന്നേക്കാൾ താഴെയുള്ളവരെന്ന് പറയുന്നത് ആരാണ്? അതെല്ലാം ക്രിസ്തുവായിരിക്കും. മനസ്സിലായില്ലേ? നിന്നേക്കാൾ താഴെ ഉള്ളവരെന്ന് പറഞ്ഞാൽ ആരായിരിക്കും? അത് ക്രിസ്തുവായിരിക്കും. ക്രിസ്തു എപ്പോഴും നിനക്ക് താഴെയായിരിക്കും എന്ന് ബൈബിൾ പറയുന്നുണ്ട്. എന്താണ്? ഞാൻ രോഗിയായിരുന്നു, ഞാൻ നഗ്നനായിരുന്നു, ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. കണ്ട? അപ്പോൾ എന്നേക്കാൾ താഴെയുള്ളവർ ആരായിരിക്കും? ക്രിസ്തുവായിരിക്കും. ഈ മനുഷ്യനിപ്പോൾ ബിജു എന്താ പറയണത്? ഞാൻ നേരത്തെ ലോകത്തിൻ്റെ സന്തതിയായിരുന്നു, ജഡിക സന്തതിയായിരുന്നു. അപ്പോൾ എന്നേക്കാൾ മുകളിൽ ആരുണ്ട്, അവനൊക്കെ അടിച്ചിടാൻ എന്താ മാർഗമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ വടിയും വഴുകയും എടുത്ത് അമ്പും വലിയും എടുത്ത് നടക്കിയിരുന്നു. ഇപ്പോൾ ഞാൻ താറി എന്ത് ചെയ്ത്, എന്നേക്കാൾ താഴെയുള്ളവർ ഞാൻ ദൈവത്തിൻ്റെ മുഖച്ഛായ കണ്ടുകൊണ്ട് നോക്കാൻ തുടങ്ങി, ശുശ്രൂഷിക്കാൻ തുടങ്ങി, അവർക്ക് പങ്കുവെക്കാൻ തുടങ്ങി. ഞാൻ തന്നെ ക്രിസ്തുവിനെ തേടി അലയാൻ തുടങ്ങി. ഉടമ്പടി നിന്നെ ക്രിസ്തുവിനെ അന്വേഷിച്ചുള്ളൊരു യാത്രയാക്കി മാറ്റും. കൈയിടിച്ച് കർത്താവേ ഞാൻ